ഉറക്കം പോയി. എന്താ വിഷയോ? അത് ശരിക്കും നിങ്ങളൊന്ന് കേട്ടോളി. മൂപ്പര് ആ രംഗം ഞാനൊന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട് എന്റെ പ്രസംഗം ഉണ്ട് അപ്പുറം ഇപ്പുറം കാട്ടിട്ട് വെക്കുന്നുണ്ട്. എന്തായിരുന്നു രംഗം മൗലവി? എന്തായിരുന്നു രംഗോ? ഞാൻ പറയാം. ഈ രംഗം എന്തായിരുന്നു? നിങ്ങൾ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുമ്പോ എഴുന്നേറ്റിക്കാൻ പാടില്ല അല്ലേ മൗലവി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയറി വരുമ്പോ എഴുന്നേറ്റിക്കാൻ പാടില്ല. നിങ്ങളല്ലാത്ത ആരെങ്കിലും ഇത് പറയൂ? ഈ കള്ളചാറെന്ന് പറയുന്നത് നിങ്ങളല്ലാതെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കയറി വരുമ്പോ എഴുന്നേറ്റിക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഹദീസ് ഉദ്ധരിച്ചു, ഞാനത് പിടിച്ചു. ഞാൻ എന്നിട്ട് പറഞ്ഞു ആ ഹദീസ് ദഈഫാണ്, ദുർബലമാണ്, സ്വീകാര്യോഗ്യമല്ല. എന്നിട്ട് ഞാൻ പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം എന്ന് മാത്രമല്ല, ഉമ്മയും ബാപ്പയും കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. മുതിർന്നവർ വരുമ്പോൾ, ഉസ്താദുമാര് വരുമ്പോൾ, അലിമീങ്ങൾ വരുമ്പോൾ, ആദരിക്കപ്പെടുന്നവർ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കണം. പോരാ. എന്നിട്ട് ഞാൻ അതിന് തെളിവും പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബിയായ സഅദ് റളിയല്ലാഹു അൻഹു വരുമ്പോ ഖൂമൂ ലിസയ്യിദിക്കും, നിങ്ങളുടെ നേതാവിന് നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കണമെന്ന് ഒരാൾ കയറി വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതിന് തെളിവ്. അത് ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഞാൻ എന്റെ വകയിൽ ഹദീസും ഖുർആനും നോക്കി മതം പറയുന്ന ആളല്ല. ഞാൻ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞു നോക്കി പറയുന്ന ആളാണ്. ബുജൈരിമിയിൽ ഖൂമൂ ലിസയ്യിദിക്കും എന്ന് തന്നെ എടുത്തുദ്ധരിച്ചുകൊണ്ട് ബുജൈരിമിയിൽ നിങ്ങൾക്ക് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് ഖൂമൂ ലിസയ്യിദിക്കും എന്ന വാക്ക് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് തെളിവാണ് എന്ന് പറഞ്ഞത് ഞാൻ മനസ്സിലാക്കിയിട്ട് ഖൂമൂ ലിസയ്യിദിക്കും എന്ന ഹദീസ് തെളിവ് പറഞ്ഞു. അത് തന്നെ ഫതാവൽ ഹദീസിൽ ഇമാം ഇബ്നു ഹജർ ഹൈതമി റളിയല്ലാഹു അൻഹു ഖൂമൂ ലിസയ്യിദിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഈ ഇമാമിങ്ങൾ കള്ളം പറഞ്ഞതാണോ? അല്ല, മറിച്ച് ഖൂമൂ ഇലാ സയ്യിദിക്കും, ഖൂമൂ ഇലാ സയ്യിദിക്കും എന്ന് ബുഖാരിയിലുണ്ട്. ഇലാ എന്ന് പറഞ്ഞാലും ലീ എന്ന് പറഞ്ഞാലും രണ്ടും അർത്ഥം തുല്യമാണ് അവിടെ എന്ന് കണ്ടോളൂ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇമാം ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് വമഅതുല്ല ബിഹി മിനൽ ഫർഖ് ബൈന ഇലാ വല്ലാം ദഈഫുൻ, ലാം ലീ എന്നതും ഇല എന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നൊരാൾ കാരണം പറഞ്ഞത് അത് ദുർബലമാണ്. ലിഅന്ന ഇല ഫീ ഹാദൽ മഖാമി അഫ്ഖമു മിനൽ ലാമി, ഇല എന്ന് റിപ്പോർട്ട് വന്നാൽ ലാം വരുന്നതിനേക്കാൾ കൂടുതൽ തെളിവിന് പര്യാപ്തവും കൂടുതൽ അത് പ്രകടവുമാണ്. കഅന്നഹു ഖീല ഖൂമു വംശു ഇലൈഹി തലഖിയൻ വഇക്റാമൻ, നിങ്ങൾ ചെന്ന് സ്വീകരിച്ച്, നിങ്ങൾ എഴുന്നേറ്റ് നിന്ന് ചെന്ന് സ്വീകരിക്കണം എന്നാണ് അതിന്റെ അർത്ഥം. എന്നാ വരിക? അപ്പൊ കൂടുതൽ അർത്ഥം വരികയുള്ളൂ. അതുകൊണ്ട് ലി സയ്യിദിക്കും എന്നതും ഇലാ സയ്യിദിക്കും എന്നതും തമ്മിൽ വ്യത്യാസമില്ല, അർത്ഥം ഒന്ന് തന്നെയാണ് എന്ന് ഇബ്നു ഹജർ അൽ-അസ്ഖലാനി റളിയല്ലാഹു അൻഹു ബുഖാരിയുടെ വ്യാഖ്യാനത്തിലും പറഞ്ഞു. നാം മൗലവി ഇവിടെ വന്നിട്ട് ഒരൊറ്റ വെല്ലുവിളി എന്നെ അല്ല മൗലവി, മുമ്പ് ഫൈൻ തിബിനെ വെല്ലുവിളിച്ചത് എന്റെ ഓർമ്മയില്ലേ? പിന്നെ ഇപ്പോ ഇങ്ങനത്തെ വെല്ലുവിളിച്ചിട്ട് വീണ്ടും വെറുതെ വഷളത്തരത്തിന് നിൽക്കണോ? മൗലവി പറഞ്ഞവന്ന് കേട്ടോളി. അതാദ്യം ഞാൻ കേൾപ്പിക്കുന്നു മൗലവി. എന്നിട്ട് ഈ രംഗം, ഞാൻ പ്രസംഗിച്ച രംഗം ഏതാണ്, വിഷയം എന്താണ് എന്നത് അപ്പുറം ഇപ്പുറം മുറിച്ചിട്ട് വെറും ഹൂമൂല് ചെയ്തിരിക്കുന്നത് മാത്രം കേൾപ്പിച്ചിട്ട് അയാൾ അവതരിപ്പിക്കുന്നതെന്ന് കേട്ടോളൂ. എന്നിട്ട് ഞാൻ അതിന്റെ വിശദീകരണം പറഞ്ഞുതരാം. ഇവിടെ വെച്ച് പറഞ്ഞല്ലോ ബുഖാരിയിൽ ഒരു ഹദീസ് ഉണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതാണ് ആ ഹദീസ്? കേട്ടോളൂ. ഖൂമൂ ലിസയ്യിദിക്കും, ഖൂമൂ ലിസയ്യിദിക്കും എന്ന് ബുഖാരിയിലുണ്ട് എന്ന് നിങ്ങൾ ഇവിടെ വെച്ചും പറഞ്ഞിട്ടുണ്ട്, കട്ടുപ്പാറയിൽ വെച്ചും പറഞ്ഞിട്ടുണ്ട്. ആ രംഗം ഞാൻ കാണിക്കട്ടെ എന്ന് വെച്ചിട്ട് മൂപ്പര് കട്ട് വെച്ചിട്ടാണ് കാണിക്കുന്നത്. എന്താ ഇത് മൂപ്പര് ഇങ്ങനെ കട്ടുവെച്ച് കാണിക്കാൻ കാരണോ? ഞാൻ ഇൻഷാ അല്ലാഹ് പൂർണ്ണമായിട്ട് തന്നെ കാണിച്ചിരുന്നു വെക്കരങ്ങോ. എന്തിനാ മൂപ്പര് കട്ടുവെച്ച് കാണിക്കുന്നത്? എന്തിനാണ് അത്? മൂപ്പര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോൾ എഴുന്നേറ്റിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നാദാപുരത്ത് വന്നിട്ട് ദുർബലമായ ലൈഫായ ഹദീസ് ഉദ്ധരിച്ച് ജനങ്ങളെ കബളിപ്പിക്കാൻ ശ്രമിച്ചു. ഞാനത് പിടിച്ചിട്ട് അത് ലൈഫാണ് എന്ന് കഴിഞ്ഞ പ്രസംഗത്തിൽ പറഞ്ഞു. അതിന് മൂപ്പർക്ക് മറുപടി പറയാൻ അറിയൂല, മറുപടി പറയാനില്ല. മൗലവി പെട്ടതാ, ലൈഫായ ഹദീസ് ഉദ്ധരിച്ച് പെട്ടതാ. അപ്പൊ അതിന് മൂപ്പർക്ക് മറുപടി ഇല്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യണം? ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി വിഷയം മാറ്റുകയാണ്.
എന്നിട്ട് ഖുമൂലി സയ്യിദിക്കുന്നു ബുഖാരിയിലുണ്ടോ? ബുഖാരിയിൽ ഇല്ലാന്ന് മൂപ്പര് പറയും. ആദ്യം ഞാൻ നാദാവരത്ത് പറഞ്ഞത് അയാള് വെക്കും പോലെ പകുതി കാട്ടിട്ട് വേണ്ട, പൂർണ്ണമായി തന്നെ ആ വിഷയം ഞാൻ പറഞ്ഞു വന്ന് കേട്ടോളൂ. അത് വെച്ചുകൊടുത്തവനെ പ്രാവശ്യം വന്നിട്ട് പറയുന്നു, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അമുസ്ലിം സഹോദരന്മാര് ചിലരെ ബഹുമാനിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കും പോലെ എഴുന്നേറ്റ് ഞാൻ വരുമ്പോൾ നിൽക്കണ്ടെന്ന് റസൂലുള്ള പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അതാ അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിച്ചു. ആ ഹദീസിനെ സംബന്ധിച്ച് ഞാൻ നിങ്ങളോട് പറയട്ടെ, മൗലവി നിങ്ങൾ ലഈഫൊന്നും എടുക്കൂല എന്ന് പറഞ്ഞിട്ട് തലേക്കെട്ടിന്റെ ഹദീസൊക്കെ ലഈഫാണെന്ന് പറഞ്ഞില്ലേ? റസൂലുള്ള വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണ്ടെന്ന് നിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ലഈഫാണ് മൗലവി. അത് നിങ്ങളെ നമ്മളെ ജബ്ബാർ ബാക്കവിനെ പോലെ നേരത്തെ തോറ്റപ്പ തലയെ കെട്ടിയ ഏതോ ഒരു മൗലവി കോട്ടക്കെന്ന് പറഞ്ഞു എന്ന് പറ്റിച്ചതായിരിക്കും. അതുകൊണ്ട് പറയട്ടെ, ആ ഹദീസിനെ സംബന്ധിച്ച് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി ഫത്ഹുൽ ബാരിയിൽ പറയുന്നു, അബൂദാവൂദിന്റെ ശറഹിലും പറയുന്നു. അങ്ങനെ അബൂദാവൂദിന്റെ ശറഹ് ഞാൻ നോക്കി വായിക്കുന്നു, ഖാല തബ്റാനി ഹാദൽ ഹദീസു ദഈഫുൻ, ഈ ഹദീസ് ദുർബലമാണ് കേട്ടോ. ഈ ദഈഫായ ഹദീസും പിടിച്ച് നടക്കുന്ന മൗലവിയുടെ പിന്നാലെ പോയിട്ട് റസൂലുള്ള വരുമ്പോ പോലും എഴുന്നേൽക്കേണ്ടതില്ല എന്ന് വിശ്വസിക്കല്ലേ മുജാഹിദേ. ബുഖാരിയിൽ ഹദീസുണ്ടേ മുജാഹിദേ, ഖുമൂലി സയ്യിദിക്കും, റസൂലുള്ള പറയുന്നു നിങ്ങളെ നേതാവിന് വേണ്ടി നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുവീൻ എന്ന്. സഹാബത്തിൽപ്പെട്ട ആളുകളെ പറ്റി തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞത് ബുഖാരിയിലുണ്ടേ. അതുകൊണ്ട് ഈ ലഈഫായ ഹദീസും പിടിച്ച് നടക്കുന്ന മൗലവിന്റെ പിന്നാലെ പോയിട്ട് ആഖിറം നഷ്ടപ്പെടുത്തല്ലേ ചെറുപ്പക്കാരെ. ഇതാ ഞാൻ പറഞ്ഞത്. അപ്പൊ ആ ഹദീസ് ലൈഫാണ് എന്നതിന് മൂപ്പർക്ക് മറുപടിയില്ല. മൂപ്പര് നാദാവരത്ത് വന്നിട്ട് മൂപ്പര് വിചാരിച്ചത് ഷാർജയിലെ റൂമാണെന്നാ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമ്പോ എഴുന്നേൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹദീസ് ഉദ്ധരിച്ചപ്പോ അത് ലൈഫാണെന്ന് ഞാൻ തെളിയിച്ചപ്പോ മൗലവിക്ക് മറുപടിയില്ലാതെ മറുപടി മുട്ടിയപ്പോ മൗലവി അതിനെപ്പറ്റി ഒന്നും പറയാതെ മൂപ്പരെന്താ പറയുന്നത്, ഖുമൂലി സയ്യിദിക്കുന്നു ബുഖാരിയിലില്ല. ഞാൻ പറഞ്ഞില്ലേ, ഖുമൂലി സയ്യിദിക്കും എന്ന് ഇമാമിങ്ങൾ റിപ്പോർട്ട് പറഞ്ഞിട്ടുണ്ട്. ബുഖാരിയിൽ ഖുമൂ ഇലാ സയ്യിദിക്കും, ഖുമൂ ഇലാ സയ്യിദിക്കും, ഇലാ എന്നും ലീ എന്നും വന്നാൽ അർത്ഥം ഒന്ന് തന്നെയാണ്, ഉദ്ദേശം വ്യത്യാസമില്ലെന്ന് ഇമാമിങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അർത്ഥം മാറാത്ത വാചകം കൊണ്ട് അതാ റിപ്പോർട്ടുകൾ പറയുന്നതിന് വിരോധമില്ലെന്നത് ഹദീസിന്റെ നിയമങ്ങളിൽ പെട്ടതാണ്. ആ നിലക്ക് മഹാനായ അല്ലാമ ബുജൈരി റഹ്മത്തുള്ളാഹി അലൈഹി ഖുമൂലി സയ്യിദിക്കും എന്ന് ഉദ്ധരിച്ചത് അതാണ് ഞാൻ ഉദ്ധരിച്ചത്. ഖുമൂ ഇലാ സയ്യിദിക്കും എന്ന് ബുഖാരിയിലില്ലേ? നമ്മളെ വിഷയം എന്താണ്? ഇലാ എന്നാണോ ലീ എന്നാണോ? അല്ല, നമ്മളെ വിഷയം അതാ ഒരാൾ വരുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാമോ എന്നുകൂടെ. പച്ചക്കള്ളം, ആശയപരമായി തന്നെ പച്ചക്കള്ളം വ്യക്തമായി എഴുതിയിട്ടുള്ള നിങ്ങൾ ഇത് അതാ ഇമാമിങ്ങൾ എഴുതിയതുപോലെ ഇല എന്നും ലീ എന്നും ഒരേ അർത്ഥമായതുകൊണ്ട് ഇമാമിങ്ങൾ ഇല എന്ന സ്ഥലത്ത് ലീ എന്നെടുത്തു ധരിച്ചത്, അത് ഇമാമിങ്ങളെ കിതാബ് നോക്കിയിട്ട് ഞാൻ പറഞ്ഞത് അതൊരു കളവായി ചിത്രീകരിച്ച് കബളിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച മൗലവി. ഇത് അൽമനാറാണ്. ഇത് ഒരു മൗലവിക്ക് മാത്രം ബാധകമല്ല, നിങ്ങളെ എല്ലാ മൗലവിമാർക്കും ബാധകമാണ്. അൽമനാറിൽ എന്താ ബുഖാരിന്റെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞത് കേട്ടോളൂ. ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായിരുന്ന കാലത്ത് ജനങ്ങൾ ഒറ്റക്കും പല സംഘങ്ങളുമായും ഖിയാമു റമളാൻ നിർവഹിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു അവരെ ഒരു ഇമാമിന്റെ കീഴിലാക്കി, ഒരു ഇമാമിനു കീഴിലാക്കി 11 റക്അത്ത് നിസ്കരിക്കുവാൻ കൽപ്പിക്കുകയാണ് ഉണ്ടായത്. ബുഖാരി ചോദിക്കുന്നു, മൗലവി സഹീഹുൽ ബുഖാരിയിൽ ഇങ്ങനെ ഒരു ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 11 നിസ്കരിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടിയിട്ട് കൽപ്പിച്ചു എന്ന് പറയുന്ന ഒരു ഹദീസ് ബുഖാരിയിൽ കാണിച്ചു തരാമോ? വെറും സലഫിയോട് മാത്രമല്ല ചോദ്യം, മുജാഹിദാണെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ഏതെങ്കിലും ആളുകൾ ഉണ്ടെങ്കിൽ സർവ്വ ISM-കാരനോട് ചോദിക്കുന്നു, MSM-കാരനോട് ചോദിക്കുന്നു, എല്ലാ KNM-കാരനോടും ചോദിക്കുന്നു, AP അബ്ദുൽ ഖാദർ മൗലവിയോടും ചോദിക്കുന്നു, ഹുസൈൻ സലഫിയോടും ചോദിക്കുന്നു, എല്ലാ മൗലവിമാരോടും ചോദിക്കുന്നു, നിങ്ങളെ അൽമനാറിൽ നിങ്ങളെ മുഖപത്രത്തിൽ ബുഖാരിയുടെ പേരിൽ പച്ചക്കള്ളം കൊടുത്തതല്ലേ? ബുഖാരിയിൽ ഇങ്ങനെ ഒരു 11 റക്അത്ത് നിസ്കരിക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു എന്ന് ബുഖാരിയിൽ ഹദീസ് ഉണ്ടോ? ഇത് പച്ചക്കള്ളമല്ലേ?
ഇതൊരു വ്യക്തി എഴുതിയതല്ലല്ലോ, അനൌദ്യോഗികമായ പത്രമല്ലല്ലോ,